ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പുറത്തോട്ട് പോകണം. അപ്പോൾ എന്നും പാട്ട് കിട്ടൊക്കെയല്ലേ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഓക്കെ, സൺഡേ ആണ്. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. കഴിഞ്ഞ 2 ആഴ്ച ഫുൾ സീനായിരുന്നു. സീനെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ആദ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പല്ലെടുത്തു. എനിക്ക് പല്ല് പുറത്ത് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വന്ന കുറച്ച് ഭാഗം കേടുവായിട്ട് അത് സർജിക്കൽ റിമൂവ് ചെയ്യണമായിരുന്നു. അങ്ങനെ അതിനെ സർജിക്കൽ റിമൂവ് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് എടുക്കുന്നതിന് റെസ്റ്റ് വേണം, അതിന് റെസ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഉപ്പുവെള്ളം പിടിക്കാനൊക്കെ പറഞ്ഞു. ബട്ട് മടി കാരണം എന്നും ഉപ്പുവെള്ളം പിടിക്കാനൊന്നും പറ്റിയില്ല. കൃത്യം 8 ദിവസം കഴിഞ്ഞായിരുന്നു എടുക്കാവുള്ളേ. കണക്ക് കൂട്ടിൽ ചെറുതായിട്ട് തെറ്റിയുണ്ട്. ഞാൻ 7ാമത്തെ ദിവസം തന്നെ പോയി എടുത്തു. മുറിവ് നല്ലോണം ഉണങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ടും എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും മൊത്തമായിട്ട് ഉണങ്ങിയിട്ടില്ല. അങ്ങനെ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ കോളേജിലൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞ് മൺഡേ കോളേജിൽ പോയി. കഴിഞ്ഞ മൺഡേ, അതായത് ഈ ആഴ്ചയിൽ മൺഡേ. അങ്ങനെ പോയി ചെന്ന് വന്നപ്പോഴത്തേന് ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കാര്യമാക്കിയില്ല. പോവാം, കുഴപ്പമില്ല, ചുമയല്ലേ പറഞ്ഞു. അത്രയും യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേന് 2 മണിക്കൂർ അങ്ങോട്ട് 2 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നപ്പോഴത്തേന് ചുമ കൂടി. ആശുപത്രി കാണിച്ചില്ല. ബട്ട് സ്റ്റിൽ ഒട്ടും വയ്യായിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ ചുമ, എപ്പോഴും ചുമ, ജലദോഷം, തൊണ്ടവേന എല്ലാം ഉണ്ട്. അങ്ങനെ 2 ദിവസം ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസം ലീവ് എടുത്ത് വന്നിരുന്നിട്ടും പനി കുറയുന്നില്ല, ചുമ കുറയുന്നില്ല. യാത്ര ചെയ്താൽ കൂടുന്നുള്ളത് കൊണ്ട് യാത്രയും ചെയ്തില്ല. അങ്ങനെ ഈ ആഴ്ചയും പനിയും ചുമയും തൊണ്ടവേദനയായിട്ട് ഇങ്ങ് പോയി. അങ്ങനെ ഞായറാഴ്ച എത്തി. നാളെ തിങ്കളാഴ്ച. നാളെ എങ്കിലും ക്ലാസ്സിൽ പോകണമെന്നുണ്ട്. എല്ലാം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ക്ലാസ് മാത്രമാണോ മിസ്സായേ? ഞാൻ ഈ മാസം മുതലാണ് വീണ്ടും ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത്. ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ 2 ദിവസമാണ് ഞാൻ പോയത്. വേറൊന്നും കൊണ്ടല്ല, ഇത് തന്നെ പല്ലെടുത്തു, പനി വന്നു, ഒന്നും കൊണ്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ 2 ആഴ്ച വീട്ടിനകത്തിരുന്ന് പോയി. പിന്നെ വെയിൽ കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് രാവിലെയും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ വീട്ടിലിരുന്ന് മടുത്ത് മനസ്സ് വരെ മടുത്ത് പോയപ്പം കടയ്ക്ക തിരുവാതിരയ്ക്ക് രാത്രി ഒന്ന് കൊണ്ടുപോയി കാണിച്ചു. ബട്ട് ദാറ്റ് വാസ് നൈസ്. റെസ്റ്റ് എടുക്കാനാണ്, വീട്ടിലിരിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും ഈ 2 ആഴ്ചയൊക്കെ അടുപ്പിച്ച് വീട്ടിലിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. സംഭവം ഞാനിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത് പറഞ്ഞെങ്കിലും ഞാൻ പറയാൻ വന്ന കാര്യം ഇതൊന്നുമല്ല. പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സൺസ്ക്രീനാണേ, ഡീകൺസ്ട്രക്റ്റിൻ്റെ. എനിക്കിതാ ഇഷ്ടം. നമുക്ക് ചില ഫ്രണ്ട്സ് കാണും. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്തും കോളേജിൽ പഠിക്കാൻ നേരത്തും അത് കഴിഞ്ഞിട്ട് ഓരോ വട്ടം നമ്മൾ ഓരോ കോഴ്സ് എടുക്കുമ്പോഴും അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴും ജിമ്മിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഓരോ ഫ്രണ്ട്സുകൾ കിട്ടാറുണ്ട്. എല്ലാവർക്കും കിട്ടാറുണ്ട്. അങ്ങനെ എനിക്കും പല സ്റ്റേജിലും, സ്കൂൾ ലൈഫിൽ 10th വരെ ഒരു ഫ്രണ്ട്, +2 വേറെ ഫ്രണ്ട്, കോളേജിൽ വേറെ ഫ്രണ്ട്, ഇവിടെ വന്നപ്പോൾ വേറെ ഫ്രണ്ട്, അങ്ങനെ എല്ലാം കിട്ടും. അതിനകത്ത് തുടങ്ങിയപ്പോൾ മുതൽ സ്കൂൾ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് അവസാനം വരെ ഈ ഒരു 22ാം വയസ്സ് വരെയും കൂടെയുള്ള 1-2 ഫ്രണ്ട്സേ ഉള്ളൂ. ഭയങ്കര ചുരുക്കം. അതിനകത്ത് ഡെയിലി സംസാരിച്ചില്ലെങ്കിലും മനസ്സിൽ ആ സ്നേഹം നിലനിൽക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് എനിക്കുള്ളൂ. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കുന്ന സമയത്ത്, എന്നും വിളിക്കത്തില്ലെങ്കിലും വിളിക്കുന്ന സമയത്ത് എല്ലാ കാര്യവും പറയും. ആൻഡ് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ പെട്ടെന്ന് നമുക്ക് വിളിച്ച് ചോദിക്കാൻ തോന്നുന്നത് ആ ഒരാളെ അടുത്തായിരിക്കും. ഇത് ഫൗണ്ടേഷൻ 340 മെയ്ബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ. അങ്ങനെ ഫ്രണ്ടാണ്. നിങ്ങൾക്കും അങ്ങനെ ഫ്രണ്ട് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു തരം ഫ്രണ്ട്സും ഉണ്ട്. കൂടെയുള്ള സമയത്ത് പൊന്നാണ്, ചക്കരയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, അതാണ് പറയുന്ന ഫ്രണ്ട്സ്. അതേപോലെ തന്നെ ക്ലാസ് കൂടെ കഴിയുമ്പം പിന്നെ കണ്ട നീ ആരാണ് അറിയില്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയം, എവിടെയോ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല. അങ്ങനെ ചില ഫ്രണ്ട്സും ഉണ്ട്. അപ്പം നിങ്ങൾക്കിതിൽ എങ്ങനത്തെ ഫ്രണ്ട്സാണ് കൂടുതലുള്ളത് എന്നൊന്ന് പറയണേ. അതേപോലെ നിങ്ങളെ മനസ്സിലാക്കുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ
അതും പറയണേ, കമൻറ്റിൽ പറയണേ. പറയാമെന്ന കാര്യം പറയാം. പണ്ട് ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വരുന്ന ആളൊക്കെ എൻ്റെ ലൈഫ് ലോങ് കാണണം, അല്ലെങ്കിൽ ഞാൻ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾ ലൈഫ് ലോങ് എൻ്റെ കൂടെ കാണണം, അല്ലെങ്കിൽ അയാൾ വിട്ടുപോയി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരുന്നേ. അപ്പോൾ ഒരു സമയത്ത് എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ടാണെങ്കിൽ എൻ്റെ അടുത്താണെങ്കിൽ പറഞ്ഞു, ഞാനാണെങ്കിൽ നിൻ്റെ കൂടെ ലൈഫ് ലോങ് കാണും, അതേപോലെ എനിക്ക് നീ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബട്ട് ഒരു സമയം എത്തിയപ്പോൾ നമ്മളെ കോണ്ടാക്റ്റ് ഒക്കെ കുറഞ്ഞു. നമ്മൾ പല രീതിയിലാണ് പഠിക്കാൻ പോയത്. അപ്പം ഒരേ ഫീൽഡ് പോലും അല്ല, 2 ഫീൽഡിലോട്ടേ പോയി. എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം, എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മണിക്കൂറുകളോളം 2, 3, 4 മണിക്കൂറൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഫ്രണ്ട്ഷിപ്പായിരുന്നു അത്. അപ്പം ഇത് പെട്ടെന്ന് ഈ ഒരു ടോക്കൊക്കെ കുറയുന്ന പോലെ എനിക്ക് തോന്നി. ബട്ട് എനിക്ക് മനസ്സിലാവും ബിസി ആകുമ്പോൾ ഇപ്പം ഞാൻ തന്നെ ആരും വിളിക്കാറില്ല. അപ്പം നമ്മൾ ബിസി ആകുമ്പോൾ നമ്മൾ കോണ്ടാക്ട് കുറയും. ബട്ട് ഇതങ്ങനെയല്ല. നമ്മൾ എത്ര ബിസി ആണെങ്കിലും ഒരു മെസ്സേജ് കണ്ട അത് സീനാക്കി വിടില്ലല്ലോ. ഭയങ്കര ബിസിയാണെങ്കിൽ ചിലപ്പം കണ്ട ആ സമയത്ത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പോവായിരിക്കും. ബട്ട് ഇത് സ്ഥിരം ഇങ്ങനെ തന്നെ. ഞാൻ എത്ര മെസ്സേജ് അയച്ചാലും കണ്ട റിപ്ലൈ തരില്ല. ആൻഡ് എനിക്കത് ഭയങ്കര ഫീൽ ആവാൻ തുടങ്ങി. ഞാനാണെങ്കിൽ പിന്നെ പുള്ളിക്കാരിൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കാൻ തുടങ്ങി. ഫോട്ടോസ് എടുത്ത് നോക്കും, മീൻസ് പണ്ട് നമ്മൾ ഒരുമിച്ചിരുന്നപ്പോൾ എടുത്ത ഫോട്ടോസ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് ലൂസ് ആവുന്ന പോലെ എനിക്ക് തോന്നി. ബട്ട് ഭയങ്കര സങ്കടമായാലും ചില ദിവസം കരഞ്ഞിട്ടുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ വന്നേ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പൊക്കെ പോകുന്നതെന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ വിഷമിക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നി. ബട്ട് അവർക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടടേ, ഈ ഒരു ഫീലിംഗ് ആയി തുടങ്ങി. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചിലവരുടെ ലൈഫിലോട്ട് ഇടിച്ച് കയറിക്കൊണ്ടേയിരിക്കും, ഭയങ്കരമായിട്ട് ഇടിച്ച് കയറിക്കൊണ്ടേയിരിക്കും. ബട്ട് അത് നമുക്ക് ഒരിക്കലും നല്ലതല്ല കേട്ടോ. നമ്മളെ ലൈഫിൽ നമ്മളെ വേണ്ടവർ നമ്മളെ കൂടെ നിൽക്കൂടോ. നമ്മൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എഫേർട്ടും അതേപോലെ തന്നെ കണക്ഷനും ആ കോണ്ടാക്റ്റ് എല്ലാം കീപ്പ് ചെയ്യണമെങ്കിലും ഒരാളെ സൈഡിൽ നിന്ന് മാത്രം ഫുൾ എഫേർട്ടും ഇട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ശ്രമിച്ച് എല്ലാം ചെയ്തെങ്കിലും അതങ്ങോട്ട് നിലനിൽക്കില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കൂടെ തോന്നണ്ടേ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ. ആ ഒരു ചിന്താഗതി 2 സൈഡിൽ നിന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രമായിട്ട് ഫുൾ എഫേർട്ട് ഇട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മൂവ് ഓൺ ആവാം. അതിന് റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്ത് തേങ്ങയാണെങ്കിലും. അപ്പോൾ ഒരു പൊട്ടുകൂടി ഇട്ടിട്ട് നമുക്കിത് വൈൻഡപ്പ് ആവാം. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. എന്ത് തേങ്ങയ്ക്ക് ഞാൻ ഇത് പറഞ്ഞതെന്ന് അറിയില്ല. ബട്ട് ഒരു ദിവസം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.